ഗൃഹലക്ഷ്മി 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 ഗൃഹലക്ഷ്മി. അപ്പോൾ സരിതയുടെ ടാസ്ക് എല്ലാവരും കണ്ടോ? എല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്യുന്ന എനിക്കറിയാം. ഇനി ഈ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റിലേക്ക് വരികയാണ് ഷെറീന ഫ്രം കാലിക്കറ്റ്. ഗൃഹലക്ഷ്മി വെൽക്കം വെൽക്കം ഷെറീന. താങ്ക് യു. എന്തൊക്കെയുണ്ട് കോഴിക്കോട് വിശേഷങ്ങൾ? കോഴിക്കോട് നല്ല ചൂടാണ്. എക്സാം ഒക്കെ കഴിഞ്ഞോ? എക്സാം കഴിഞ്ഞിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ട്. ആരാ കൂടെ വന്ന ആരാ? മോനുണ്ട്, അമ്മയുണ്ട്. ആ മോന്റെ പേര് വിനായകൻ. നമ്മുടെ ഡെയിലി റുട്ടീൻ പ്രൊഫൈൽ വീഡിയോ കാണാം ഷെറീനയുടെ, എന്നിട്ട് വന്നിട്ട് ടാസ്ക് കാണാം അല്ലേ? എൻ്റെ വീട് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് മലാപ്പറമ്പിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഭർത്താവുണ്ട്, മോന്, പിന്നെ എൻ്റെ അമ്മയാണ് കൂടെ ഉള്ളത്. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ ഞാൻ 6 മണിക്ക് എഴുന്നേക്കാറുള്ളൂ. ഒരുപാട് നേരത്തെ ഒന്നും എഴുന്നേക്കല്ല, അത് കുറേ മുമ്പുള്ള ശീലം തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് കുറച്ച് അലക്കാനൊക്കെ ഉണ്ടാവും. വാഷിംഗ് മെഷീനിലല്ല, ഹാൻഡ് വാഷാണ്. വാഷ് ചെയ്തതിന് ശേഷം കുളിച്ച് വരും. കുളിച്ച് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് പോകും. കിച്ചണിലേക്ക് പോയാൽ അമ്മയുണ്ടാവും അവിടെ ഓൾറെഡി. പിന്നെ അപ്പം ഞാൻ അമ്മ ജോലിക്ക് പോകേണ്ടതുകൊണ്ട് അമ്മ കുറച്ച് നേരത്തെ പോകും. അപ്പം ഞാൻ കിച്ചണിൽ എത്തിക്കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ അമ്മ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യണം. ലഞ്ചിനുള്ള ചോറും കറികളും എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് മോനെ സ്കൂളിലേക്ക് വിളിച്ചാലേ എഴുന്നേൽക്കുള്ളൂ. അതുകൊണ്ട് രാവിലെ പോയിട്ട് മോനെ കുറച്ച് തട്ടി വിളിച്ചാലൊന്നും എഴുന്നേൽക്കില്ല, നന്നായിട്ടൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ എഴുന്നേൽക്കുള്ളൂ. എഴുന്നേറ്റ് അവനെ ബ്രഷ് ചെയ്യിച്ച് പിന്നെ കുളിക്കാൻ വേണ്ടി കൊണ്ടുപോകും. കുളിച്ച് കഴിഞ്ഞിട്ട് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ യൂണിഫോമൊക്കെ അയൺ ചെയ്യും. അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് എഴുന്നേറ്റിട്ടുണ്ടാവും. ഹസ്ബൻഡും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഹസ്ബൻഡ്. ചില ദിവസങ്ങളിൽ ഹസ്ബൻഡിന് തിരക്കുണ്ടെങ്കിൽ ഞാൻ തന്നെ മോനെ സ്കൂളിൽ കൊണ്ടുവിടും. അല്ലെങ്കിൽ ഹസ്ബൻഡ് രാവിലെ മോനെ സ്കൂളിലേക്ക് കൊണ്ടുപോകും. മാക്സിമം ഒരു 11 മണിക്കുള്ളിൽ ഈ വീടും കുക്കിങ്ങും എല്ലാം കഴിയും. വീട് വൃത്തിയാക്കലും കുക്കിങ്ങും എല്ലാം അതിൻ്റെ കൂടെ തന്നെ കഴിയും. പിന്നെയുള്ള എൻ്റെ ഫ്രീ ടൈമാണ്. ഈ ഫ്രീ ടൈമിൽ ഞാൻ ഇതേപോലെ പെയിൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെതായ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യേണ്ട. പിന്നെ വീട്ടിലെ കർട്ടൻസും എല്ലാം ഞാൻ തന്നെയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സ്റ്റിച്ച് ചെയ്യും. പുറമേ ഒന്നും കൊടുക്കാറില്ല. ഈ വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യും. അപ്പോഴേക്കും അമ്മ ഓഫീസിൽ നിന്ന് വരും. അമ്മയ്ക്ക് ഉച്ചവരെ പോയാൽ മതി, പാർട്ട് ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മ എത്തും. അമ്മ എത്തിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടാവില്ല. അപ്പം കുറച്ച് നേരം അമ്മ റിലാക്സ് ചെയ്യും. ആ സമയങ്ങളിൽ അപ്പോഴത്തേക്ക് ലഞ്ചിനുള്ളതാവും. ഹസ്ബൻഡ് ചില സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വരും. ഭക്ഷണം കഴിക്കാൻ വന്നാലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ എഴുത്തിലേക്കോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിലേക്കോ ഒക്കെ പോവും. ഈവനിങ്ങിൽ മോനെ വിളിച്ചു കൊണ്ടുവരാൻ ഹസ്ബൻഡ് ഫ്രീ അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയും മോനെ വിളിക്കണമെന്ന്. ഞാൻ വിളിച്ചു കൊണ്ടുവരും. അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്നെ വിളിക്കും. അല്ലാത്ത മോൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോന് പിന്നെ മേലൊക്കെ കഴിച്ച് ഫുഡ് കൊടുക്കും. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ അടിച്ചു വാരുന്ന ജോലി, പുറത്ത് അടിച്ചു വാരുന്ന ജോലി വൈകിട്ടേ ചെയ്യുള്ളൂ. കാരണം രാവിലെ പൊടിയൊക്കെ നന്നായി ഇതാവുന്നതുകൊണ്ട് വൈകുന്നേരം കംപ്ലീറ്റ് വെള്ളമൊക്കെ പൊടിഞ്ഞ് മുറ്റൊക്കെ അടിച്ച് വാരി ഒക്കെ വൃത്തിയാക്കി അതിന് ശേഷം ചെറിയൊരു എക്സസൈസ് ഉണ്ടാവും. അത് സമയം കിട്ടുമ്പോൾ ചെയ്യാറുള്ളൂ. അത് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ കുടുംബത്തിന് ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ്. അത് നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരുന്നാലേ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാറുണ്ട്. വീണ്ടും വിളക്ക് മേലെ കഴുകി വന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം മോനെ പഠിപ്പിക്കാനിരിക്കും. പിന്നെ വൈകിട്ട് പ്രത്യേകിച്ച് ഫുഡൊന്നും ഉണ്ടാക്കില്ല. കാരണം രാവിലെ ഉണ്ടാക്കിയ ഫുഡ് തന്നെയാണ് കഴിക്കാറുള്ളൂ. എക്സ്ട്രാ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല.
ആ സമയങ്ങളിൽ പിന്നെ ഒരു 6 മണി ഞാനൊക്കെ എല്ലാവരും കൂടി ഇരുന്നിട്ട് രാത്രി ഭക്ഷണം കഴിക്കുന്ന പരിപാടിയില്ല. കാരണം ഓരോരുത്തർക്ക് ഓരോ ടൈമാണ്. അപ്പം ചില സമയം മോൻ ആദ്യം കഴിക്കും. ഞാൻ ഏതായാലും 7 മണീൻ്റെ ഉള്ളിൽ എനിക്ക് രാത്രിയിലെ ഭക്ഷണം കഴിക്കണം നിർബന്ധമാണ്. പിന്നെ ഹസ്ബൻഡ് ഒരുപാട് ലേറ്റായിട്ടാണ് കഴിക്കുക. ഒരു 9:30 ഒക്കെ ആയിട്ട് ഹസ്ബൻഡ് കഴിക്കുള്ളൂ. അമ്മ അതേപോലെ തന്നെയാണ് ലേറ്റായിട്ട് കഴിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റാത്തത്. അതിനുശേഷം കഴിച്ചു കഴിഞ്ഞാൽ മോനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം എല്ലാവരും കൂടി TV കാണും. TV കാണുമ്പോൾ എല്ലാവരും കൂടെ അമ്മയും എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് സമയം TV കാണും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും. ഇത്രയാണ് പ്രാർത്ഥനയോടുകൂടിയാണ് കിടന്നുറങ്ങി. പ്രാർത്ഥന നിർബന്ധമാണ്. ഉറങ്ങാൻ പോകുമ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ദൈവവിശ്വാസം കുറച്ച് കൂടുതലാണെന്ന് തന്നെ പറയാം. ഐശ്വര്യന അവിടുന്ന് കണ്ട് കരഞ്ഞെന്നാന്ന് തോന്നുന്നല്ലോ. കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നു. ചിരിച്ചിട്ട് കണ്ടതുള്ളൂ. സന്തോഷാസുക്കളായിരുന്നല്ലേ. എനിവേസ് നന്നായിരുന്നു. നല്ല പ്രൊഫൈലായിരുന്നു. വളരെ എന്താണ് ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തായാലും നന്നായിരുന്നു. എന്തായാലും ജഡ്ജസിനോട് ചോദിക്കാമല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, രഞ്ജിനി ചേച്ചി. ഷരീന വെരി സ്വീറ്റ് ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് പ്ലസ് പോയിന്റ് പറയാം. തുണി അലക്കരുത്, അത് വാഷിംഗ് മെഷീൻ ഇല്ല. അത് ആക്ച്വലി നല്ല കാര്യമാണ്. ബിക്കോസ് ആദ്യം അത് എക്സസൈസും കൂടെ. പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഉള്ള ടൈമിൽ കറണ്ടിന്റെ ചാർജസ് ചെയ്യുമ്പോ സോ അത് വെരി ഗുഡ് ഐഡിയ ആണ്. സോ 2 in 1 അല്ലേ ഷരീന അത് ചുരുക്കിയത്. അത് മാത്രമല്ല വെരി വെരി നൈവ്, പിന്നെ ഓണസ്റ്റ് ആൻസർ ഓൾസോ. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കിനില്ല, ഫുഡ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആരെങ്കിലും ഗസ്റ്റ് വന്ന ഭയങ്കര അല്ല, അങ്ങനെയല്ല മാം. രാവിലെ ഫുഡും എല്ലാം റെഡിയാക്കും. ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ തന്നെ റെഡിയാ. മോന് ടിഫിന് കൊണ്ടുപോകണല്ലോ. ഡിന്നറാണ് ഉച്ചക്കത്തെ തന്നെ കഴിക്കുന്നത്. ഒരുമിച്ച് തന്നെ റെഡിയാക്കും. ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ തന്നെ റെഡിയാവും. ഡിന്നർ ഉച്ചക്കത്തെ ആഹാരം തന്നെയാണ് കഴിക്കുന്നത്. ഡിന്നർ അല്ലേ? ഇല്ല. ഓക്കെ, ഡിന്നർ സെപ്പറേറ്റ് കുക്ക് ചെയ്യാറില്ല, ഉച്ചക്കത്തെ ആഹാരം. അത് മാത്രമല്ല ഫാബ്രിക് പെയിന്റിങ് വെരി നൈസ്. താങ്ക് യു മാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 2 പേരുണ്ടല്ലോ, നമുക്ക് ചോദിക്കാം. എല്ലാ മനുഷ്യരിലും ഒരു വ്യത്യസ്തതയുണ്ട്. ദൈവം ആരെയും ഒരുപോലെ സൃഷ്ടിച്ചിട്ടില്ല. ഇപ്പോൾ തൊട്ടു മുമ്പ് നമ്മൾ സരിതയെ കണ്ടു, അത് കഴിഞ്ഞ് ഷെറീനിലോട്ട് കൊടുക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു ഗൃഹലക്ഷ്മി. അതായത് അവരുടെ സാഹചര്യം വേറെ, ഷെറീനൊരു സാഹചര്യം വേറെ. പക്ഷെ ആ ഉള്ള സാഹചര്യത്തിൽ എനിക്കതിനകത്ത് കാരണം വെച്ചാൽ വളരെ നല്ല നല്ല മെസ്സേജസ് പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് കല്ലുകൊണ്ട് തുണിയൊന്നും അലക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മിറ്റം അടിക്കാൻ പറ്റില്ല, വല്ലവരും വീട് പോയി തൂക്കേണ്ടി വരും. പക്ഷേ നമുക്ക് കിട്ടിയ സൗകര്യങ്ങളിൽ അത് ചെയ്യുമ്പോൾ ഇത് കാണുന്നവർ തോന്നും, എടാ നമുക്ക് കുറച്ച് മുറ്റമുണ്ടല്ലോ. ഇന്ന് സ്ത്രീകളിലെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പകുതി കാരണവും അവരവർ സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ല 2-3 മെസ്സേജസ്. അതുപോലെ തന്നെ 11:30 മണിക്കകത്ത് നമ്മുടെ പാചകം അവസാനിക്കുന്നു. പലയിടത്തും ഞാനിത് കാണുന്നു. എൻ്റെ വീട്ടിലും ജോലിക്ക് വേറൊരാൾ വരികയാണെങ്കിൽ അവരൊരിക്കലും ചെയ്താൽ തീരത്തില്ല പണി. 1 മണിയായാലും 1:30 ആയാലും തീരുന്നു. പക്ഷെ നമ്മുടെ വീട്ടുകാർ അത് ചെയ്യുമ്പോൾ അതെങ്ങനെയാണെന്ന് അറിയില്ല. അതിന് രുചിയും കൂടുന്നു, പ്ലസ് എല്ലാത്തിനകത്തും കുറച്ച് സ്നേഹവും ഉണ്ട്. അതുകൊണ്ട് വളരെ വ്യത്യസ്തവും വളരെ രസകരവുമായ പ്രൊഫൈലായിരുന്നു. ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ഓവറോൾ കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ എസ്പെഷ്യലി എക്സസൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അലക്കുന്നു, ഫിസിക്കൽ ആയിട്ടുള്ള ലേബർ കുറേ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സൂര്യ നമസ്കാരം ഓർത്ത് ചെയ്തു. കൂടെ അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. സ്വന്തം അമ്മയാണ്. അപ്പൊ അമ്മ ഈ പ്രായത്തിലും ജോലി ചെയ്യുമ്പോൾ അമ്മ പോയി കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നതിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് മാഡം ഓൾറെഡി. ആ സമയത്ത് എനിക്ക് 2 മാസം ഞാനൊരു കോളേജിൻ്റെ അഡ്മിഷൻ ഓഫീസിലാണ് കാലിക്കറ്റിൽ. അപ്പം ഒരു 2 മാസം അഡ്മിഷൻ്റെ ടൈം പറഞ്ഞ് 2 മാസം ഗ്യാപ്പ് ഉണ്ടാവും. ആ സമയത്ത് ഞാൻ വീട്ടിലുണ്ടാവുള്ളൂ. രാവിലെ ഇപ്പോൾ സാധാരണ നമ്മൾ രാവിലെ ചെയ്തു പോകുന്നത് പോലെയൊക്കെയാണ് ചെയ്തത്. ഓഫീസിൽ പോവുകയാണെങ്കിൽ രാവിലെ തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാവും. പിന്നെ വളരെ നല്ല സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഈ 3 പേരും അവരവരുടെ റോൾസ് അവർ കൃത്യമായിട്ട് അറിയാം. ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത്. മദർ രാവിലെ എണീറ്റ് കുറച്ച് ഭാഗം ക്ലിയർ ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും ഷെറിൻ വന്ന് ഏറ്റെടുക്കുന്നു. അങ്ങനെ വ്യക്തമായിട്ട് റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ പല മിസ്അണ്ടർസ്റ്റാൻഡിങ്സും പല വഴക്കുകളും എല്ലാം ഒഴിവാക്കി സ്മൂത്തായിട്ട് പോകാം. അതൊരു നല്ല കാര്യമായിരുന്നു. താങ്ക് യു മാം. അപ്പൊ ഇനി അടുത്ത ടാസ്ക് കണ്ടിട്ട് വന്നാലോ? ഓക്കെ.